രാകേഷേ, കേരളത്തിൽ എക്സിറ്റ് പോൾ വന്നു. ഇനി എക്സാറ്റ് പോൾ ആണ് വരേണ്ടത്. അത് മെയ് 4-ന് വരും. മെയ് 4-ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധിയുടെ ഒരു മുൻകൂട്ടിയുള്ള ഒരു ഫലപ്രഖ്യാപനമാണ് ഇത് കണ്ടാൽ. അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെ കണ്ടാൽ എങ്ങനെയാണ് രാകേഷിന് തോന്നുന്നത്? അല്ല, കാണാം. ഇപ്പോൾ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പലതുണ്ടല്ലോ. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഒരു പൊതുവായ ട്രെൻഡ് നമ്മളെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതായത് UDF അനുകൂലമാണ്. ഇതിൽ 2021 ഏതാണ്ട് 10 എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിലും 11 സർവേകളിലും 10 LDF അനുകൂലമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സീറ്റിൻ്റെ എണ്ണത്തിലെ വ്യത്യാസം സംഭവിക്കാമെങ്കിലും സീറ്റ് എണ്ണത്തിലെ വ്യത്യാസം ഞാൻ ഇപ്പോഴും എല്ലായിടത്തും തന്നെ സംഭവിക്കും. അതിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സീറ്റ് എണ്ണത്തിൽ വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ എങ്കിലും ട്രെൻഡ് ആര് ഭരിക്കും, ആര് തുടരും, അല്ലെങ്കിൽ ഭരണമാറ്റം വരുമ്പോൾ ഭരണത്തുടർച്ച ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം അതിനെ തള്ളിക്കളയാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് യുക്തികളൊന്നും ഇല്ല. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ നമ്മൾ നോക്കുമ്പോഴേ ഒരു ട്രെൻഡ് എന്നുള്ള രീതിയിൽ അത്ര കൃത്യമായി കാണുന്നില്ല. അതായത് ഒരു സ്വിങ് ട്രെൻഡ് എന്നും പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന വേവ് എന്നൊക്കെ പറഞ്ഞ സാധനത്തിൽ ഒരു UDF തരംഗം, അങ്ങനെ ഒരു സംഗതി കാണുന്ന രീതിയിലുള്ള ഒരു മാർജിനുകളൊന്നും അല്ല ശരിക്കും എക്സിറ്റ് പോളിൽ നിന്ന് വന്നിട്ടുള്ളത്. 85, 90 ഏതൊരു എക്സിറ്റ് പോളിന് മാത്രം ഒരു ഏജൻസി നടത്തിയതിനകത്ത് മാത്രമാണ് 90 കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു പ്രത്യേകതരം അത് കുഴപ്പമില്ല എന്നാൽ LDF വലിയ തട്ടുകടില്ലാതെ നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ളതാണ്. NDAക്ക് ചിലത് 0 മുതൽ 7 വരെ കൊടുത്തിട്ടുണ്ട്, ചിലത് 0 മുതൽ 2 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മുടെ പ്രീ പോൾ സർവേ ഫലങ്ങൾ ഏകദേശം ഇങ്ങനെ ഉണ്ടായിരുന്നു. വോട്ടിന് മുമ്പ് ജനം വോട്ട് ചെയ്യാൻ ചെയ്യുന്നതിന് മുമ്പുള്ള നടത്തിയിരിക്കുന്ന സർവേകളിലും ഈ എഡ്ജ് ടു എഡ്ജ് ആയിരുന്നു, നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന് പറഞ്ഞ പോലെ 2 പേർക്ക് തുല്യം. അപ്പൊ അതിൽ നിന്ന് വോട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം നോക്കുമ്പോൾ ഏകദേശം ഒരേ വഴിയിൽ തന്നെയല്ലേ കാര്യങ്ങൾ. പക്ഷെ എനിക്ക് അതിനകത്ത് ചെറിയൊരു സംശയം തോന്നുന്നതായിരുന്നു. ഇപ്പൊ പ്രീ പോൾ സർവേ ഫലം ഇല്ലേ, ഏതാണ്ട് അതിനനുസരിച്ച് തന്നെയുള്ള ഒരു സംഗതി എക്സിറ്റ് പോൾ വഴി വന്നതാണോ എന്നൊരു സംശയം. അതായത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നൊരു സമയത്തെ സാധാരണ ഇതിൽ നമ്മളെവിടെയും റാൻഡമായിട്ട് വന്നിട്ട് ഒരു പോളിംഗ് ബൂത്തിന്റെ മുന്നിൽ നിന്ന് ആൾക്കാരോട് സംസാരിക്കുന്നത് നമ്മൾ കാണാറില്ല. ഈ ഏജൻസികൾ സ്വാഭാവികമായിട്ട് റാൻഡം കോൾസ് ഒക്കെ ആയിരിക്കും വരാൻ സാധ്യത. ഇപ്പോൾ എനിക്കൊക്കെ കോള് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുകയാണ് ആരാണ് ജയിക്കാൻ സാധ്യത, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, ഇല്ലെങ്കിൽ എന്താണ് സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ഇത് തുറന്നു പറയും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇതൊരു ഏജൻസി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അത്തരം ഒരു കാര്യം പറയുമോ എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു പ്രീ സർവേയുടെ കൂടെ ബേസ് ചെയ്തിട്ട് അവർ തട്ടിപ്പ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിൻ്റെ അടിസ്ഥാനം ആണ് ഞാൻ പറയുന്നത്. ആ എക്സിറ്റ് പോൾ ഫലം കൊണ്ട് തന്നെ. അപ്പം അതിനകത്ത് എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞത് അത് ഈ ഫലത്തിൻ്റെ, അതായത് സീറ്റ് ഇപ്പോൾ UDF ട്രെൻഡ് ഉണ്ട്, ഇല്ലെങ്കിൽ UDFനാണ് ഭരണം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച സീറ്റ് നിലയിൽ തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം രാകേഷിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പോൾ വോട്ട് ചോർച്ചയില്ലേ, അതായത് ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ ഉൾപ്പെടെ, അതായത് കഴിഞ്ഞ തവണ LDFന്റെ കേരളത്തിലുള്ള വോട്ടിംഗ് എത്രയാണ് കോർ വോട്ട് എന്ന് പറയുന്നത് 37%. അപ്പോൾ ആ 37% നിന്ന് കഴിഞ്ഞ തവണ 8% വർധനയുണ്ടായിട്ട് 45% കിട്ടിയിട്ടാണ് LDF അധികാരത്തിലേക്ക് വരുന്നത്. 99 സീറ്റ് ഭരണ തുടർച്ച വരുന്നത്. 99 സീറ്റ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ 8% വളരെ കൃത്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനെ ഫ്ലോട്ടിംഗ് വോട്ടായിട്ട് കണക്കാക്കുകയും അത് ഇത്തവണ UDFന്റെ ഒപ്പം കൊടുക്കുകയും ചെയ്യുക എന്ന് വിചാരിച്ചു. എങ്കിൽ പോലും ഈ 37 സീറ്റിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ LDFന്റെ കോർ വോട്ടുകളിൽ നിന്ന്, മൊത്തം വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, LDFന്റെ കോർ വോട്ടുകളിൽ നിന്ന് ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചോർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 3% അടുത്ത് ആണ്. അതായത് 34-ൻ്റെ അടുത്ത് 33.4 നിൽക്കുന്ന തരത്തിലേക്കുള്ള വോട്ടിംഗ് ശതമാനം നമ്മൾ കാണുന്നുണ്ട് LDFന്. അപ്പം സ്വാഭാവികമായിട്ടും തന്നെ 37% കോർ വോട്ട് എന്നുള്ള സ്ഥാനത്ത് നിന്ന് അത്തരം ഒരു കുറവ് യഥാർത്ഥത്തിൽ
സംഭവിക്കുന്നുണ്ട്. ഈ വോട്ട് ചോർച്ചയില്ലേ, ഈ വോട്ട് ചോർച്ച ഒരു സർവേയിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് അത് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിൽക്കുന്ന, ഇല്ലെങ്കിൽ LDF വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു വോട്ട് ബാങ്കിന്റെ ഒരു ലിസ്റ്റ് കണക്കാണ്. ആ കണക്കിൽ നിന്നുണ്ടാകുന്ന ചോർച്ച അത് ഉറപ്പായിട്ടും ഒരു സർവേയിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവല്ലേ? അതേപോലെ ആ 3% നമ്മൾ അവിടെ നിർത്തുക. അതേപോലെ തന്നെ BJP. ഇപ്പൊ BJPയുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടിയത് 19.4%. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19.4% വോട്ടാണ് BJP പിടിച്ചത്. പക്ഷെ അത് ലോക്സഭയാണ്. വേറെ സാഹചര്യം, മോദിയും വേറെ തരം രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടും വ്യക്തികളെ കണ്ടുകൊണ്ടും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ വേറെ തരത്തിൽ വോട്ട് ചെയ്യുന്ന കേന്ദ്രത്തിലേക്കുള്ള വോട്ടാണല്ലോ എന്ന് കണക്കാക്കി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടില്ലേ, അതായത് അവർക്ക് കിട്ടിയ 12% വോട്ടിൽ പോലും കിട്ടാത്ത രീതിയിലുള്ള അതായത് BJPയുടെ കോർ വോട്ടുകൾ അതിൽ ചോർച്ച വന്നിട്ടുണ്ട്. ആ വോട്ടുകൾ പോയത് UDFിലേക്കാണ്. ഈ LDFന്റെ 3% അടുത്തുള്ള വോട്ടിങ്ങിൽ കുറഞ്ഞപ്പോഴും, ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കുറഞ്ഞപ്പോഴും ഗുണം കിട്ടിയത് ആർക്കാണ്? UDFനാണ്. അപ്പൊ ഈ ഏതാണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 4.5%, 5% വോട്ടുകളൊക്കെ, അതായത് BJPയിൽ നിന്നും ഈ CPMൽ നിന്നുള്ള അവരുടെ കോർ വോട്ടുകളിൽ നിന്നുണ്ടാകുന്ന ചോർച്ച അതൊരു 5%-ന്റെ ഉള്ളിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ 4.5%-ന്റെ ഉള്ളിലാണെങ്കിൽ പോലും, അത് കേരളത്തിന്റെ ജനതയിൽ 4.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ട് ഒരുപക്ഷെ സീറ്റ് നിലയെ കൂടെ ബാധിക്കാവുന്നതാണ്. കാരണം ഏതാണ്ട് 8% കിട്ടിയപ്പോഴാണ് LDFന് അന്ന് 99 സീറ്റ് കിട്ടി. സീറ്റ് നില, അതായത് ഞാൻ പറയുന്നത് ഇത് ഈ ശതമാന കണക്കെന്ന് പറയുന്നത് സീറ്റ് നിലയിലുള്ള വർധനവിൽ തന്നെ ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. കാരണം BJPക്കാര്, എൻ്റെ ഒരു ഇതിൽ കോർ BJPക്കാരായിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും CPMന് വോട്ട് ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ആൻറ്റി പിണറായി എന്നുള്ള രീതിയിലോ, ഇല്ലെങ്കിൽ ശബരിമല വിഷയങ്ങൾ നിൽക്കുന്ന സമയത്തോ ഒക്കെ ആ വോട്ടുകൾ UDFിലേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 4.5%, 5% വോട്ടുകളൊക്കെ CPMന്റെ വോട്ട്, LDFന്റെ വോട്ട് ഷെയറിനും LDFന്റെ കോർ വോട്ടുകളിൽ നിന്നും BJPയിൽ നിന്നും പോവുകയാണെങ്കിൽ അത് ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടന്ന പോലെ ഇവർക്ക് ഗുണകരപ്പെടുകയാണെങ്കിൽ അത് UDFന്റെ സീറ്റ്, അതായത് ഇപ്പൊ 85-90 എന്നൊക്കെ പറയുന്ന സീറ്റുകളില്ലേ, ആ സീറ്റിൽ ഏതാണ്ടൊരു അത്രയും തന്നെ സീറ്റുകൾ കൂടാനുള്ള 99 വരെ എത്താൻ സാധ്യതയുള്ളതല്ലേ എന്നുള്ളതാണ്. പക്ഷെ ഈ ചോർച്ച ഉണ്ടല്ലോ, ഇതൊരു അണ്ടർ കറണ്ട് ആണ് അല്ലെ? ഈ അണ്ടർ കറണ്ട് ഒരിക്കലും ഒരു സർവേകളിലും പ്രകടമാവാത്തതാണ്. അവിടെയാണ് നമ്മളുടെ കേരളത്തിന്റെ റിസൾട്ടിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കുന്നുള്ള ചോദ്യം. അപ്പൊ എനിക്കിതിനകത്ത് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPMന്റെ കോർ വോട്ടിൽ നിന്നിട്ട് ചോർച്ച ഉണ്ടായി എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അത് ഇപ്പം നമുക്കറിയാം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ അവിടെ BJP 2ാം സ്ഥാനത്ത് വന്നു. അവിടെ CPMന്റെയും CPIയുടെയും വോട്ടുകൾ ഈ BJP സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ട് എന്നൊരു ആരോപണമുണ്ട്. ഉറപ്പിച്ച് പറയുന്നില്ല, പോയിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നെ അത് കഴിഞ്ഞിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPMന്റെ വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിലും അത് ആ ട്രെൻഡ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ആ ട്രെൻഡിന്റെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ വോട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാം. നിയമസഭയിൽ ഇടതുപക്ഷം തന്നെ വേണം എന്ന പറയാൻ കാര്യം 37% LDFന് വോട്ടുള്ള സമയത്ത് 45% അടുത്ത് കിട്ടിയിട്ടാണ് LDF കഴിഞ്ഞ തവണ അധികാരത്തിൽ കയറുന്നത്. ഒരു 8% വോട്ടിന്റെ ഫ്ലോട്ടിംഗ് വോട്ടുകളും ഇല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ള, മറ്റു മുന്നണികളിൽ നിന്നുള്ള വോട്ട് ചെയ്യാൻ വെച്ചിരുന്നവരുടെ വോട്ടുകൾ കൂടെ കിട്ടിയിട്ടാണല്ലോ ഈ 8% ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ്, LDFന്റെ വോട്ടുകളല്ലാത്ത ബാക്കി ഫ്ലോട്ടിംഗ് വോട്ടുകളാണെന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ ആ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ പ്രാബല്യം ശരിക്കും ഇത്തവണത്തെ എക്സിറ്റ് പോളിലും UDFന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴും LDFന്റെ വോട്ട് ചോർച്ചയെക്കുറിച്ച്, LDFിലുണ്ടായ വോട്ട് ചോർച്ചയെക്കുറിച്ച് ആൾക്കാർ ചർച്ച ചെയ്യുന്നില്ല. മീൻസ് ഈ എക്സിറ്റ് പോൾ സർവേയിൽ അത് ക്ലിയർ അല്ല. ആ ഒരു സംഗതി ഇല്ലേ, ആ ഒരു 3% BJPയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന കുറവിനെ കുറിച്ചും അതെങ്ങനെ വർക്ക് ചെയ്യാൻ സാധ്യത, അത് സർവേയിൽ ബോധ്യപ്പെടില്ല. പക്ഷെ അതവിടെ ആയിരിക്കും കേരളത്തിന്റെ വേറൊരു തരത്തിലുള്ള ഒരു
ഒരു സീറ്റുകളുടെ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ എക്സിറ്റ് പോളിനെ നമുക്കൊരു പ്രീ പോൾ സർവേയുടെ ഒരു ഭാഗമായി തന്നെ എടുത്താൽ മതി എന്നുള്ളൊരു. അല്ല, ഈ സീറ്റിന്റെ എണ്ണത്തിൽ കുറഞ്ഞ ആർക്കും ഒരു എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോളുകളുടെ വിശ്വാസത്തെ കുറച്ചുകൂടി ജനത്തിന് ബോധ്യമാവുന്നത് സീറ്റാണ്. ഇപ്പൊ ഇവര് ആക്സിസ് മൈ ഇന്ത്യ തമിഴ്നാട്ടിലെ TVK വിജയുടെ പാർട്ടിക്ക് 120 സീറ്റ് വരെ പ്രഖ്യാപിച്ചിരിക്കുക. അതിൽ മാധ്യമങ്ങൾ തന്നെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അവരും തിരുത്തി. അവർ പറഞ്ഞ 70 സീറ്റ് വരെ കൊടുക്കാം എന്ന രീതിയിലേക്ക് അവർ താഴുക. അപ്പം ഇവർക്ക് അതൊക്കെ ഈ എക്സിറ്റ് പോളിന്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന സംശയത്തിന് നിഴലിൽ നിർത്തുന്ന കാര്യമാണ്. അതിപ്പോ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും BJP ഒറ്റകക്ഷിയായിട്ട് ഭരിക്കും, സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അടപടലം പോയതാണല്ലോ. അപ്പൊ അത്തരം ഈ ചോദ്യങ്ങളും ഈ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ ഇതിനകത്ത് സർവേയിൽ പ്രതിഫലിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ചോദ്യമുണ്ട്. ശരിയാണ്, അതിനകത്ത് യുക്തിയുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എന്നാലും വരുമ്പോഴത്തേക്ക് UDF ഒരു 90-അപ്പുറത്തേക്കൊക്കെ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നത് ഒരു അമിത പ്രതീക്ഷയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 80-85 തന്നെ അവർക്ക് നിൽക്കുന്നു. പിന്നെ ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ ശരിയാണ്. പിന്നെ നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ പൊതുവെ പറയത്തില്ലേ, കേരളത്തിലെ ജനങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് മുൻപേ തന്നെ തീരുമാനിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പം അവരുടെ ആ ഒരു തീരുമാനം അവരത് പറയാതിരിക്കാം. സർവേക്കാരോട് പറയണ്ടായിരിക്കണം എന്നൊക്കെ ഓരോരുത്തർ തീരുമാനമാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ എക്സിറ്റ് പോളുകളിനെ വിശ്വാസത്തിൽ എടുക്കുന്നതിൻ്റെ കാര്യം ഈ പ്രീ പോൾ സർവേയും എക്സിറ്റ് പോളൊക്കെ ഏകദേശം തുല്യമായിട്ട് തന്നെ പോവുകയും ജനം ഏകദേശം തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജനം തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഈ വോട്ട് ചോർച്ച ഉണ്ടല്ലോ, അതായത് വോട്ട് ചോർച്ച, ഈ അണ്ടർ കറന്റ് എന്ന് പറയുന്ന സാധനം, ഈ അടിയൊഴുക്ക് ശക്തമാണെങ്കിൽ ഈ വിശദീശം പറഞ്ഞ നമ്പറിലേക്ക് ഒരു മാജിക്കൽ നമ്പറിലേക്ക് തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ ഈ തവണ എഴുതിയില്ലായിരുന്നു, ഈ കഴിഞ്ഞ തവണത്തെ ഒരു 26 മണ്ഡലങ്ങളുടെ ഒരു കഥ നമ്മൾ എഴുതി വരുന്നുണ്ട്. ഈ 5000-ൽ താഴെ വോട്ട് ജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. 26 മണ്ഡലങ്ങളിൽ അതിൽ 16 LDF ആണ് നേടിയത്. ആ LDF നേടിയ മണ്ഡലങ്ങളിൽ പലതും UDF-ന് മണ്ഡലങ്ങളായിരുന്നു. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ സർവേയുടെ അവരെന്ന് വെച്ചാൽ ഏതെങ്കിലും മുന്നണിക്കോ പാർട്ടിക്കോ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ജനങ്ങളല്ല അവിടെ ഈ വിധി നിർണ്ണയിക്കുന്നത്. അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യണം. അപ്പൊ ആ രീതിയിലുള്ള ആ ജനങ്ങൾ കഴിഞ്ഞ തവണ ആ നിലപാടെടുത്ത LDF-ന് അനുകൂലമായ നിലപാടെടുത്ത അതേ ജനങ്ങൾ ഇത്തവണ UDF-ന് അനുകൂലമായിട്ട് നിലപാടെടുത്തേക്കാം. അപ്പം അതിന് വലിയ കാരണങ്ങളൊന്നുമില്ല. അതായത് ഭരണത്തിനോട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അവർക്ക് ഈ ഭരണം മടുത്തു എന്നുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര അഴിമതിയാണെന്നുള്ളതോ ഒന്നും ആയിരിക്കില്ല അവരെ ചിന്തിപ്പിക്കുന്നത്. ഇനി ഇവർ എന്നൊരു ഓൾട്ടർനേറ്റീവ് പവർ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണല്ലോ നമുക്കുണ്ടായിരിക്കുന്നത്, മാറി മാറി ഭരിക്കുക. അപ്പം ഈ മാറി മാറി ഭരിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് വീണ്ടും കേരളം തിരിച്ചെത്തുന്നതിൻ്റെ റിസൾട്ട് കൂടി ആയിരിക്കും ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കണം. കാരണം ഈ സർവേകൾക്കും അപ്പുറം ഉണ്ടായിരിക്കുന്ന ഒരു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകും. പക്ഷെ ഞാൻ വേറെ വെച്ചാൽ എന്താണോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ UDF-ന്റെ നേതാക്കൾ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ഒരു നമ്പറാണ് ഈ എക്സിറ്റ് പോളുകൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ അവർ ഹാപ്പിയാണ്. പക്ഷെ തന്നെ പറഞ്ഞതുപോലത്തുള്ള ഒരു അടിയൊഴുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവർ പുറത്തു പറഞ്ഞ ഞാൻ പറഞ്ഞ മനസ്സിൽ കുറിച്ച കണക്കാണ് ഈ 80-85. അവർ പുറത്തു പറഞ്ഞ കണക്കിലേക്കും റിസൾട്ട് എത്താം. എങ്ങനെ തന്നെ പറഞ്ഞ പോലുള്ള ഒരു അതൊക്കെ മേലെ പോകുന്ന രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോഴും കളിയാക്കുമെങ്കിലും ഈ തമിഴ്നാട്ടിലെ TVK വിജയ് അങ്ങനത്തെ ഒരു പെർഫോമൻസ് നടത്തില്ല എന്നൊന്നും നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല. നമുക്ക് അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു അടിയൊഴുക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ നല്ല ജനം തീരുമാനിക്കണം എന്താണെന്നും അറിയത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കാര്യത്തിൽ വരും. പിന്നെ ഇതിനകത്ത് എനിക്ക് എക്സിറ്റ് പോളിൽ വേറൊരു കൗതുകമല്ല, എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ വോട്ടർമാർ UDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞത് UDF-നൊപ്പം ഈ പുതിയ വോട്ടർമാർ, സ്ത്രീ വോട്ടർമാർ, എനിക്ക് ഈ രണ്ട് ഘടകങ്ങൾ LDF-ന് സ്ത്രീ വോട്ടർമാർ ഘടകങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു സർക്കാരിന് 2000 നമ്മുടെ ആ ഒരു ഭരണകാലത്തുണ്ടായിരുന്ന പല അത്യാഹിതങ്ങളിലെയും സർക്കാർ പിന്നെ എങ്ങനെ നേരിട്ടു എന്നൊക്കെ ഉള്ളത് സ്ത്രീകൾക്കിടയിലും അന്നത്തെ പുതിയ വോട്ടർമാർക്കിടയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളുടെ
ഈ മൈൻഡ് മാറിയിട്ടുണ്ടായിരിക്കാം. അതെ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ BJP വോട്ടിൽ കുറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സർവേ ഫലങ്ങൾ വരുമ്പോൾ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മാറ്റമില്ല. കാരണം 2021 അവർക്ക് കിട്ടിയിരുന്നത് വന്നിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ആ വോട്ട് എവിടെ പോയിട്ടുണ്ടാവും? അവർക്ക് എന്തുകൊണ്ട്? അപ്പൊ ഞാൻ എന്റെ ചോദ്യമുണ്ട്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് കൂടി, തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്ക് മോശമില്ലാതെ നിന്നു. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇവർക്കൊരു വളർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവര് പ്രതീക്ഷിച്ച രീതിയിലുള്ള വന്നിട്ടില്ല, വോട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇവര് മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇത് സെറ്റ് ചെയ്യുന്നു പറഞ്ഞത്. പക്ഷെ അത്തരം സെറ്റിങ്ങുകളൊക്കെ പരാജയപ്പെട്ടു പോയൊരു സംഗതി നമ്മൾ കണ്ടതാണ്. എക്സിറ്റ് പോളില് ഞാനിപ്പോ നമ്മൾ ഈ LDFന്റെ ഈ ലോക്സഭയിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും, ഇല്ലെങ്കിൽ ലോക്സഭ പോട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കാണുമ്പോൾ നമുക്കറിയാം കേരളം മുഴുവൻ അത്തരം വോട്ടുകളെല്ലാം UDFനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് CPM നിന്നുണ്ടായ 3% കുറവും BJPയിൽ നിന്നുണ്ടായ വോട്ട് ശതമാനത്തിന്റെ കുറവും എല്ലാം പോയിരിക്കുന്നത് വേറെ സോഴ്സ് ഇല്ലല്ലോ, അതിലേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അത് പ്രതിഫലിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. BJPക്ക് വോട്ട് വർധനം ഉണ്ടായിട്ടില്ല എങ്കിലും അവർ അതേ പാറ്റേണിൽ അതേ ഇതിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അത് ഈ മുന്നണിയെ വലിയ രീതിയിൽ ബാധിക്കത്തില്ല. പക്ഷെ അതേസമയം BJPക്ക് വോട്ട് കുറഞ്ഞെന്ന് വെച്ചാൽ BJPയുടെ പ്രതീക്ഷിച്ച വോട്ട് അവർക്ക് കിട്ടിയില്ല എങ്കിൽ ആ വോട്ടുകൾ ആർക്ക് ഗുണകരമായിട്ട് പോകുന്നുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതെപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വിശ്വാസ വിഷയങ്ങളും പിണറായി വിജയന്റെ എതിരെയുള്ള ഒരു നോഷനും സർക്കാരിനെതിരെയുള്ള നോഷനും ഭരണവിരുദ്ധ വികാരത്തേക്കാൾ കൂടുതൽ സത്യത്തിൽ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു നോഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് ചിലപ്പം BJPക്കാരുടെ വോട്ടുകൾ UDFിലേക്ക് തന്നെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോയതുപോലെ UDFിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വേറൊന്നിലേക്ക് പോട്ടെ. ഈ എക്സിറ്റ് പോളിൽ നമ്മൾ പറഞ്ഞിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തം പറഞ്ഞിരുന്ന ഒരു കാര്യം, UDFന് അനുകൂലമായി സംഭവിക്കണമെന്ന് ഒരു ന്യൂനപക്ഷ വോട്ട് ഏകീകരണം ഉണ്ടല്ലോ, അത് ശരിക്കും നടന്നിട്ടില്ലേ? അത് നടന്നിട്ടുണ്ടെങ്കിൽ ഈ എക്സിറ്റ് പോൾ അല്ലെങ്കിൽ ഈ നമ്പറുകളെല്ലാം നമുക്ക് തരാം. പക്ഷെ ന്യൂനപക്ഷ ഏകീകരണം നടന്നതിന്റെ തെളിവാണ് ഞാൻ അത് എക്സിറ്റ് പോൾ ഫലം അവിടെ നിൽക്കട്ടെ, പക്ഷെ ഈ കോഴിക്കോട് ജില്ലയൊന്നും എന്താ പറയുക, ഈ കണ്ണൂരിനെ പോലെ തന്നെ കണക്കായിക്കൊണ്ടിരുന്ന ജില്ലയായിരുന്നു. 2011 ശേഷം ശരിക്കും UDFയുടെ ഒന്നോ രണ്ടോ ഇങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് പോയ മുനീറും ഒക്കെ തന്നെ അതല്ലാതെ രക്ഷപ്പെട്ട് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണത്തെ സീറ്റിൽ എക്സിറ്റ് പോളിൽ എല്ലാ ഫലങ്ങളിലും വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കൂടുതൽ സീറ്റുകൾ, അതായത് UDFന്റെ വലിയൊരു തോതിലുള്ള മുന്നേറ്റം കോഴിക്കോട് നടത്തിയിട്ടുണ്ട്, കണ്ണൂര് സംഭവിച്ചിട്ടുണ്ട്, പിന്നെ കൊല്ലം ജില്ലയിൽ മുന്നേറ്റം സംഭവിക്കുന്നുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ മുന്നേറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് എത്ര സീറ്റെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിൽ പോലും വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ, അതായത് പല സീറ്റുകളിലേക്കുമുള്ള മുന്നേറ്റങ്ങൾ ഇവർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടെ തെളിവല്ലേ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് ഫലം വന്നു കഴിയുമ്പോഴേ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ഈ പുറത്ത് കാണിക്കുന്ന ട്രെൻഡും അല്ല കേരളത്തിലുള്ളതാണ്. ശരിക്കും ഇവിടെ ഒരു സ്വിംഗ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. തിരിച്ചാണ് എന്തുകൊണ്ട് ഈ നമ്മളിപ്പം മുസ്ലിം വോട്ടിൻ്റെ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടിൻ്റെ കൺസൾട്ടേഷനോ ഇവർ അവകാശപ്പെട്ട പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് പോളിൽ അതിന്റെ ഒരു ഇതല്ല പ്രതിഫലിക്കേണ്ടത്. നമ്പർ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഇത് ഇടതുപക്ഷവും CPM പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിട്ടില്ല എന്നും അവകാശപ്പെടുന്നുണ്ട് അവര്. അപ്പം ഒരുപക്ഷെ പക്ഷേ CPM യോഗങ്ങളിലൊക്കെ അവരുടെ വിലയിരുത്തലുകളിലൊക്കെ ന്യൂനപക്ഷ കൺസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്രദമായിരിക്കില്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ അതല്ല എക്സിറ്റ് പോളിൽ കാണുന്ന ഒരു സംഗതി. എക്സിറ്റ് പോളിൽ കുറച്ചുകൂടെ മയപ്പെട്ടുള്ള ഒരു സംഗതി കാണുന്നത്. പക്ഷെ ഇനിയിപ്പോ ഇതിനൊക്കെ നമുക്ക് മറുപടി 4-ാം തീയതി ഒരു 10 മണിയോടുകൂടി തന്നെ ഏതാണ്ട് കിട്ടും. നമ്മുടെ ഈ ഊഹാപോഹങ്ങൾക്കെല്ലാം ഇനി ഏകദേശം 72 മണിക്കൂറുകളുടെ താമസമുള്ളൂ. പക്ഷെ എന്നാലും അവസാനം ഞാൻ പറഞ്ഞു നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് പോൾ ഈ ഫലങ്ങളെ ഏതാണ്ട് ഇത് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചുകൂടെ കിട്ടി. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അതിന് സത്യത്തില് നമുക്ക് രാഷ്ട്രീയ ധാരണ ഇല്ലാത്ത വിമർശനങ്ങളും നിരവധി കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും 100+
വരുന്നുണ്ട്. സീറ്റ് 99+ സീറ്റുകൾ എന്നുള്ള ഇതാണ് എൻ്റെ ഒരു നമ്മുടെ ഒരു അനാലിസിസിലും കണക്കൂട്ടുകളിലും മനസ്സിലാവുന്നത്. ഈ ഘടകങ്ങളെ ആശ്രയിച്ചാണ്, ഈ പറഞ്ഞ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ സ്വിംഗ് ഉണ്ടാവാനുള്ള സാധ്യത. ഞാൻ പക്ഷേ ഇതിനകത്ത് ഞാൻ ഈ കണക്കിലാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും UDF വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് തോന്നുന്നു അല്ലേ? ആ, അത് സംശയിക്കേണ്ട കാര്യങ്ങൾ നമ്മളിപ്പം അന്ധമായിട്ട് നമ്മൾ ഒരു വിശ്വാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് സംശയമുള്ളൂ. നമ്മളൊരു പൊതുവിലൊരു രാഷ്ട്രീയ നിരീക്ഷിക്കുക. പിന്നെ ഈ ഒരു ജാമ്യം എടുത്തു പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് സംഭവിക്കാൻ മാജിക് ആയിരിക്കും.